പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ രാഷ്ട്രീയായുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ജയിൽ സൂപ്രണ്ടിന്റെ നടപടി കോടതി ഉത്തരവിനെ മറികടന്നുള്ളതല്ലെന്ന് സി.പി.എം നേതാവ് അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ പ്രതികരിച്ചു. ടി.പി. കേസിലെ പ്രതികളെ മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കെ. രമ എം.എൽ.എ. നടത്തുന്ന നിയമപോരാട്ടത്തിന് UDF പിന്തുണ നൽകും. ടി.പി. കൊലക്കേസ് പ്രതികളെ മോചിപ്പിക്കാനുള്ള നീക്കം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. ടി.പി. ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിലെ പരിധി പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ശിക്ഷാ ഇളവിന് പട്ടിക സമർപ്പിച്ചത് സ്വാഭാവിക നടപടിക്രമമെന്നാണ് CPIM ന്യായീകരണം. സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് കോടതി ഉത്തരവിനെ മറികടക്കാനുള്ളതല്ലെന്ന് CPIM നേതാവ് അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ പറഞ്ഞു. ടി.പി. കേസ് പ്രതികളുടെ പക്ഷത്തായിരുന്നു സർക്കാരെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിഷ്ഠൂരമായി ഒരു ക്രൂര കൊലപാതകത്തിൽ ഇടപെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പരോൾ കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് വിധി അവിടെ കാലാവധി ഇളച്ചു കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് അവർക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയുക? ഒരു കാരണവശാലും സാധ്യമല്ലാത്തതാണ്. ഇവിടെ നിയമത്തിൻ്റെ വഴിയിൽ പോകണം. നിശ്ചയമായും ഇത് കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. ടി.പി. പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും ബോംബ് നിർമ്മാണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആരോപിച്ചു. അതിനിടെ പ്രതികളെ മോചിപ്പിക്കാൻ സർക്കാർ നടത്തിയ നീക്കം രാഷ്ട്രീയ ആയുധമാക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.